ഹലോ, വെൽക്കം ബാക്ക് ടു മല്ല ബീറ്റ്സ് വേൾഡ്. മല്ല ബീറ്റ്സ് വേൾഡിൻ്റെ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ മീഷോന്ന് കുറച്ച് മേക്കപ്പ് പ്രൊഡക്ട്സ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒരു കോംബോ ഓഫറാണ്. അപ്പോൾ നമ്മളത് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു റിവ്യൂ പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ആ പ്രൊഡക്ട്സ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. മാത്രമല്ല ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ ഒരു കാര്യം പറയാനുണ്ട്. വേറെ ഒന്നല്ല, നമ്മൾ ഫേസിലും ലിപ്പിലും ഒക്കെ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് നമ്മൾ മാക്സിമം റേറ്റ് കൂടിയാലും നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്ട്സ് മാത്രം നോക്കിയെടുക്കാനായിട്ട് ശ്രമിക്കണം. കാരണം നമ്മൾ ഫേസ് ലിപ്പ് എന്നൊക്കെ പറയുന്നത് നമുക്ക് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇതാണ്. അപ്പോൾ അവിടെ എന്തെങ്കിലും അലർജിക് റിയാക്ഷനോ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ അത് മൊത്തത്തിൽ എഫക്റ്റ് ചെയ്യില്ലേ. അപ്പോൾ നമ്മൾ നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള റേറ്റൊക്കെ കൂടിയിട്ട്, അതായത് നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്ട്സ് മാത്രം ലിപ്പിലായാലും ഫേസിലായാലും ഒക്കെ യൂസ് ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കണം. മീഷോന്ന് മേടിച്ചിട്ടുള്ള ഈ ഒരു കോംബോ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് വെറും 106 രൂപയ്ക്ക് മേടിച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ റേറ്റ് വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ക്വാളിറ്റി ഊഹിക്കാവുന്നതുള്ളൂ. അപ്പോൾ നമുക്ക് ആ ഒരു പ്രൊഡക്റ്റ് കണ്ടാലോ. ഈ ഒരു കോംബോ ഓഫറിൽ നമുക്ക് ഇത്രയും പ്രൊഡക്റ്റാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. വെറും 106 രൂപയ്ക്ക് ഇത്രയും പ്രൊഡക്റ്റ് കിട്ടുക എന്ന് പറയുന്നത് അടിപൊളിയാണല്ലേ. പക്ഷെ അതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം ഓരോ പ്രൊഡക്റ്റും എങ്ങനെയാണെന്ന് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു ബോക്സ് ആണ്. ഈ ഒരു ബോക്സിൽ മസ്കാരയും ഐലൈനർ ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഇതിൻ്റെ ഉള്ളിലെ മസ്കാരയും അതുപോലെ ഐലൈനർ ഒക്കെ എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ഈ 3 എണ്ണമാണ് ഈ ഒരു ബോക്സിലുള്ളത്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഐലൈനർ കേട്ടോ. ഇതാണ് കേട്ടോ വാട്ടർ പ്രൂഫ് മസ്കാര. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് എങ്ങനെ ഉണ്ടെന്ന് നമുക്കറിയില്ല, നമ്മൾ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല. നമ്മളിത് ഇപ്പോൾ അൺബോക്സ് ചെയ്തിട്ടുള്ളൂ. നമുക്കൊന്ന് ഇട്ട് നോക്കാം, നമുക്ക് കണ്ണിന് നല്ല ഭംഗി കിട്ടുമോ എന്ന് നോക്കി നോക്കാം. സംഭവം എന്തായാലും അടിപൊളിയാണ് കേട്ടോ. നമ്മൾ മസ്കാര ഇട്ടപ്പോൾ നമ്മൾ ഐലാഷ് ഇങ്ങനെ നല്ല ഭംഗിയിൽ നിൽക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്നറിയില്ല, നല്ല ഭംഗിയിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. ശരിക്കും അറിയാൻ പറ്റുന്നുണ്ട്, നല്ല ഭംഗിയിൽ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മസ്കാരയാണ് കേട്ടോ, അടിപൊളിയാണ്. വാട്ടർ പ്രൂഫ് ആണ് കേട്ടോ. അപ്പോൾ ഇത് കൊള്ളാം, അടിപൊളിയാണ്. നെക്സ്റ്റ് വണ് ഇതിലുള്ളത് നമ്മുടെ ഐലൈനർ ആണ് കേട്ടോ. ലിക്വിഡ് ടൈപ്പ് ഐലൈനർ ആണ്. ഇതിൻ്റെ മുകളിൽ നെയിമും കാര്യങ്ങളും ഒന്നും കൊടുത്തിട്ടില്ല. നമുക്ക് നോക്കാം. ഈ ഒരു ഐലൈനറാണ് വന്നിട്ടുള്ളത്. സംഭവം നല്ല അടിപൊളിയായിട്ട് എഴുതാൻ പറ്റുന്നുണ്ട് കേട്ടോ. നല്ല സിമ്പിളായിട്ട് നല്ല ഭംഗിയിൽ തന്നെ എഴുതാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇത് വാട്ടർ പ്രൂഫ് ആണോ എങ്ങനെയാണെന്നൊന്നും അറിയില്ല. നമുക്കിങ്ങനെ ജസ്റ്റ് വായിക്കുമ്പോൾ തന്നെ നന്നായി സ്പ്രെഡ് ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ. നന്നായി സ്പ്രെഡായി പോകുന്നുണ്ട്, മാഞ്ഞ് പോകുന്നുണ്ട്. അപ്പോൾ അത്ര വലിയ ഒരു ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഈ സംഭവം അത്ര വലിയ ഇതൊന്നുമല്ല. ഇതിൽ നല്ല ഐലൈനർ നമ്മൾ സാധാ യൂസ് ചെയ്യുന്ന ഐലൈനർ ആയിരിക്കും കേട്ടോ. അപ്പോൾ സാധാ ഐലൈനർ ആയിരിക്കും ഇതിലും ബെറ്റർ. അപ്പോൾ മസ്കാര അടിപൊളിയാണ്. ഇതെനിക്ക് വലിയ കാര്യമായിട്ട് തോന്നിയിട്ടില്ല കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ വരുന്ന ഒരെണ്ണമാണ് ഐലൈനർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് കണ്ണും എഴുതി കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് അതിൻ്റെ കൂടെ കിട്ടിയ ഒരു പ്രൊഡക്റ്റാണ്. സംഭവം അടിപൊളിയാണ്. നമുക്ക് ഇതുകൊണ്ട് തന്നെ കണ്ണ് എഴുതി കഴിഞ്ഞാലും നമുക്ക് അതിൻ്റെ ഒരു പെർഫെക്ഷൻ തന്നെ കിട്ടുമെന്ന് നോക്കാം. അപ്പോൾ ഇതുകൊണ്ട് നമുക്കൊന്ന് എഴുതി നോക്കാം കേട്ടോ കണ്ണ്. നമുക്കിത് ഐലൈനറായിട്ടും യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. സംഭവം കുഴപ്പമില്ല കേട്ടോ, കൊള്ളാം. കയ്യുമ്മ വരച്ച് നോക്കിയിട്ട് വായിച്ച് നോക്കുമ്പോൾ നന്നായിട്ട് സ്പ്രെഡ് ആവുന്നു. 1 ടൈമൊക്കെ യൂസിന് നമുക്ക് എവിടേക്കെങ്കിലൊക്കെ ഒന്ന് പോകുമ്പോൾ ജസ്റ്റ് നമ്മളെ കണ്ണ് നല്ല അടിപൊളിയായിട്ട് എഴുതാൻ മാത്രം പറ്റുള്ളൂ. പിന്നെ ഇതുപോലെ നന്നായിട്ട് സ്പ്രെഡ് ആവും കേട്ടോ. ഇതുപോലത്തെ ഐലൈനർ 2 എണ്ണം കിട്ടുന്നുണ്ട് കേട്ടോ. 2 എണ്ണം നമുക്ക് ഇതിന്റെ കൂടെ കിട്ടും. നമുക്ക് ഇതിന്റെ കൂടെ കിട്ടിയിട്ടുള്ള ലിക്വിഡ് ഐലൈനർ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് പൊട്ടിച്ച് നോക്കാം ഇത് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഇതാണ് കേട്ടോ സംഭവം, ലിക്വിഡ് ഐലൈനർ ആണ്. അപ്പോൾ നമുക്കിതൊന്ന് എഴുതി നോക്കാം. സംഭവം നല്ല നൈസായിട്ട് നല്ല ഭംഗിയിൽ എഴുതി കൊടുക്കാനായിട്ട് പറ്റുന്നുണ്ട് കേട്ടോ. നമുക്ക് കണ്ണും ഒന്ന് എഴുതി നോക്കാം.
അപ്പോൾ സംഭവം എന്തായാലും കൊള്ളാം കേട്ടോ, നല്ല ഭംഗിയുണ്ട്, നല്ല അടിപൊളിയായിട്ട് എഴുതാൻ പറ്റുന്നുണ്ട്. പക്ഷെ കണ്ണിൽ എഴുതി കൊടുക്കുമ്പോൾ അത്ര പെർഫെക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റുന്നില്ല കേട്ടോ. അതായത് നമ്മൾ ഐലൈനർ യൂസ് ചെയ്ത് എഴുതുന്ന പോലെ ഈ ഒരു നിബ്ബുണ്ട്. ഈ നിബ്ബ് ഇങ്ങനെയായ കാരണം തോന്നുന്നു ശരിക്കും എഴുതാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ നമുക്ക് ഇത് വാട്ടർ പ്രൂഫാണ്, ലിക്വിഡ് ടൈപ്പാണ്. അപ്പോൾ ഇത് മായ്ച്ച് നോക്കാം കേട്ടോ. ഒട്ടും സ്പ്രെഡ് ആവുന്നില്ല കേട്ടോ, അതേപോലെ തന്നെ ഉണ്ട്. അപ്പോൾ സംഭവം അടിപൊളിയാണ്, തീരെ ഒട്ടും സ്പ്രെഡ് ആവുന്നില്ല. അപ്പോൾ സംഭവം അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ എഴുതി കഴിഞ്ഞാൽ അത് സ്പ്രെഡ് ആവത്തൊന്നുമില്ല. അപ്പോൾ എനിക്കത് നല്ല ഇഷ്ടമായി കേട്ടോ. എന്തായാലും സ്പ്രെഡ് ആവാത്ത ടൈപ്പ് ആകുമ്പോൾ നമുക്ക് നല്ല കോൺഫിഡൻ്റ് അല്ലേ എവിടേക്കെങ്കിലും പോകുമ്പോഴൊക്കെ അത് യൂസ് ചെയ്യാൻ. അപ്പോൾ നോക്കി ഒട്ടും സ്പ്രെഡ് ആവുന്നില്ല കേട്ടോ, എന്തൊക്കെ ചെയ്താലും സ്പ്രെഡ് ആവുന്നില്ല. നല്ല ഭംഗിയിൽ തന്നെ നമുക്ക് എഴുതി കൊടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. കണ്ണമ്മ എഴുതുമ്പോൾ മാത്രം ആ ഒരു ബ്രഷിൻ്റെതാണെന്ന് അറിയില്ല, നിബിൻ്റെതാണോ എന്നറിയില്ല, കറക്റ്റ് അങ്ങോട്ട് പെർഫെക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്നറിയില്ല, ഞാൻ ജസ്റ്റ് ഒരു ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ കിട്ടിയിട്ടുള്ളതാണ് ഈ ഒരു ലിപ്സ്റ്റിക്ക്. സംഭവം അടിപൊളിയാണ് കേട്ടോ, നല്ല ഭംഗിയുള്ള ഷെയ്ഡുകളുണ്ട്. അപ്പോൾ നമുക്കിത് യൂസ് ചെയ്ത് നോക്കിയാൽ അടിപൊളിയായിരിക്കും. ഇതെങ്ങനെയാണ് കേട്ടോ അത് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ പണ്ടത്തെ ഒരു പെൻസിലൊക്കെ ഉണ്ടല്ലോ, ഇപ്പോഴും ഉണ്ട് ആ പെൻസിൽ, അതിൻ്റെ നിബ്ബ് നമ്മളിങ്ങനെ മാറ്റിയിട്ട് കൊടുക്കും കഴിയണതിനനുസരിച്ചിട്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഏത് ഷെയ്ഡാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് നമ്മൾ ഇങ്ങനെ മാറ്റിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ചിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇത് നിബ്ബ് പോലെ നമുക്കിങ്ങനെ മുകളിലോട്ട് മാറ്റി താഴോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയിൽ തന്നെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. സംഭവം അടിപൊളിയാണ്. അപ്പോൾ നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ് ആവശ്യമെങ്കിൽ നമ്മളിത് മുകളിലോട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. മുകളിലോട്ട് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് ഊരിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ. നമ്മൾ ഊരിയെടുത്ത് അപ്പം തന്നെ അടുത്ത ഷെയ്ഡ് മുകളിലോട്ട് വരും. നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു ഷെയ്ഡ് അടിയിലോട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. അടിയിലോട്ട് വെച്ച് കൊടുക്കുക. നമ്മൾ പെൻസിൽ യൂസ് ചെയ്യുന്ന പണ്ടത്തെ ആ ഒരു പെൻസിൽ ഉണ്ടല്ലോ, അത് യൂസ് ചെയ്യുന്ന അതേപോലെ തന്നെ കേട്ടോ. നമുക്ക് വേണ്ട ഷെയ്ഡ് മുകളിലോട്ട് ഇങ്ങനെ നീക്കി കൊടുത്തിട്ട് താഴോട്ട് കൊണ്ടുവച്ച് കൊടുക്കുക കേട്ടോ. നമ്മൾ ഈ ഒരു ഷെയ്ഡ് മുകളിൽ നിന്ന് എടുക്കുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി ആ ഒരു അടിയിലത്തെ ഷെയ്ഡ് മുകളിലോട്ട് വരും. നല്ല ഡാർക്ക് ഷെയ്ഡാണ് കേട്ടോ. ഇത് നല്ല ഡാർക്ക് ഷെയ്ഡാണ്. നല്ല എല്ലാ ലിപ്സ്റ്റിക്കും കൂടെ ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും, എല്ലാ ഷെയ്ഡും നമ്മൾ ചുണ്ടും അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വേറൊരു ഷെയ്ഡായിട്ട് അത് മാറുന്നതാണ് കേട്ടോ. അതുകൊണ്ട് ഓരോന്നും മാത്രം യൂസ് ചെയ്യാനായിട്ട് നോക്കണേ. അപ്പോൾ പല ഷെയ്ഡ്സ് നമുക്ക് ഇഷ്ടമുള്ള ഷെയ്ഡ്സ് അവൈലബിൾ ആണ് കേട്ടോ. അതിൽ നല്ല ഭംഗിയുണ്ട്, നമുക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ തൊണ്ടയ്ക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ടാണ് സൗണ്ട് ഇങ്ങനെ കേട്ടോ. അപ്പോൾ ഇത്രയും പ്രൊഡക്ട്സ് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇത്രയും പ്രൊഡക്ട്സ് നമുക്ക് ഈ ഒരു 106 രൂപയ്ക്ക് നമുക്ക് ഇത്രയും പ്രൊഡക്ട്സ് കിട്ടുക എന്ന് പറയുന്നത് അടിപൊളിയല്ലേ, സംഭവം അടിപൊളിയാണ് അല്ലേ. അപ്പോൾ ഇതിൽ 2-3 എണ്ണമൊക്കെ എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. പ്രത്യേകിച്ച് പറയുന്നത് ഈ ഒരു മസ്കാര അടിപൊളിയാണ്. പിന്നെ ലിപ്സ്റ്റിക്ക് നമുക്ക് ഇഷ്ടമുള്ള പല ഷെയ്ഡുകൾ യൂസ് ചെയ്യാം. പിന്നെ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെടാത്തൊരു സംഭവം ഈ ഒരു ഐലൈനറാണ് കേട്ടോ. ഒരു ലിക്വിഡ് ഐലൈനർ സൂപ്പർ ആട്ടോ, നല്ല അടിപൊളിയാണ്, സ്പ്രെഡ് ആവത്തില്ല, നല്ല ലിക്വിഡ് വാട്ടർ പ്രൂഫാണ്, അടിപൊളിയാണ് കേട്ടോ. എനിക്കത് ഇഷ്ടപ്പെട്ടു. പിന്നെ 2 നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഐലൈനർ നമ്മൾ കണ്ണെഴുതി കൊടുക്കാനൊക്കെ ആയിട്ട് സിമ്പിളായിട്ട് എവിടേക്കെങ്കിലൊക്കെ പോകുമ്പോഴൊക്കെ പറ്റും. അപ്പോൾ ഈ ഒരു റേറ്റിന് ഇത്രയും പ്രൊഡക്ട്സ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ വേണ്ടവർ എന്തായാലും മീഷോ ഒന്ന് പർച്ചേസ് ചെയ്തോളൂ. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ആദ്യമായിട്ടാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടണേ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടാറ്റാ ബൈ, സീ യു.